നടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ നിന്നെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിന്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കുവാമേ. എൻ്റെ മക്കളെ, പിന്നെ നമ്മള് കോൾ ടു ഇന്റിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇന്റിമസി എങ്ങനെ കർത്താവുമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും, അതിന് അനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥവത്തോടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്താന്ന് വെച്ചാല് അത് ഈ ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം. ക്ലേശകാലങ്ങള് നമ്മളെ നിലനിർത്തണത്, നിത്യമായി നിലനിർത്തണതെല്ലാം ക്ലേശകാലങ്ങളായിരിക്കുകയും. അപ്പൊ നമ്മൾ ഈ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ പാടത്തില്ലേ. അപ്പൊ മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എപ്പോഴും തോരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞ ഞങ്ങൾ 80കളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് 80കളിലാണ്. കാര്യം മഴയില്ലായിരുന്നു 80കളിൽ മഴയില്ലായിരുന്നു. ഏതാണ്ട് ഒരു മാസം അടുപ്പിച്ച് എന്താ പെയ്ത് മാറ്റി. പക്ഷെ നമ്മുടെ തെങ്ങുകളുടെ അണ്ടമെല്ലാം തെറിച്ചുപോയി. അതിനുശേഷമാണ് പിന്നെ മണ്ടരി വന്നത്. മഴയില്ലാഞ്ഞ കാലത്തിന് ശേഷം തെങ്ങിന്റെ അണ്ടമെല്ലാം തെറിച്ചുപോയി. കാര്യം തെങ്ങെന്ന് പറയുന്നത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ്. വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് തെങ്ങും വാഴയൊക്കെ. അപ്പൊ ആ ദിവസം ആ കൊല്ലം മഴയില്ലാഞ്ഞ കാരണം തെങ്ങിന്റെ അണ്ടങ്ങളെല്ലാം തലതെറിച്ചു പോയി. പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോ അതിന്റെ പ്രതിരോധ ശേഷി പോയി. അങ്ങനെയാണ് മണ്ടരി വന്നത്. 84-85 കാലഘട്ടങ്ങളിലാണ് പിന്നെ മണ്ടരി രോഗം വന്നത്. അപ്പൊ ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ടൊക്കെ ബന്ധമുള്ള